കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് ചെയ്തപ്പോഴത്തേക്കും ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഞാനിവിടെ കൊടുത്തേക്കാം. ഇതെങ്ങനെയാണ് ചേച്ചി ചെയ്യുന്നത്, ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ഫസ്റ്റ് നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങാം. ബേസിൽ നിന്ന് പറയാനാണെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് MDF ബോർഡാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാൻ മാത്രമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ, ഈ കേക്ക് ബോർഡ്സ് കിട്ടും റൗണ്ട് ആയിട്ടുള്ള. അപ്പോൾ ആ കേക്ക് ബോർഡ്സ് എടുത്തിട്ട് അതിലോട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കാനാണെങ്കിൽ ചെയ്ത് പഠിച്ചാൽ മതി. അല്ല പുറത്ത് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇതിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നോർമൽ നെറ്റിപ്പട്ടം ചെയ്യും പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും സ്റ്റിഫായിട്ടിരിക്കത്തില്ല. നമ്മൾ നടുക്ക് ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ചെയ്ത് നോക്കാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചെയ്ത രീതിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായിരിക്കുമല്ലോ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുന്നത്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് MDF ബോർഡ് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 65 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ 6 ഇഞ്ചോ 8 ഇഞ്ചോ എന്തോ ആണ്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ലടാ, അതുകൊണ്ടാണ് പറഞ്ഞു തരാത്തത്. ഇനി ഞാൻ ഷോപ്പിൽ പോകുമ്പോഴത്തേക്കും സൈസ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതേപോലത്തെ ബോർഡ്സ് കിട്ടും. MDF ബോർഡ് എന്ന് കടയിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതേപോലത്തെ ബോർഡ്സ് വാങ്ങിച്ചിട്ട് നമ്മൾ നോർമൽ നെറ്റിപ്പട്ടത്തിന് തന്നെ യൂസ് ചെയ്യുന്ന റെഡ് കളർ ക്ലോത്തും ഉണ്ട്, ബ്ലൂ കളർ ക്ലോത്തും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് റെഡോ ബ്ലൂവോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സാധാരണ സിൽവറിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബ്ലൂ കളർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗോൾഡൻ എപ്പോഴും റെഡാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ, നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ മോഡൽസിനും ഓരോ ഭംഗിയാണ്. അപ്പം നമ്മുടെ ഇഷ്ടമാണ് ഓരോന്ന് ചെയ്യുന്നതിൻ്റെ കളർ ഏത് ചൂസ് ചെയ്യണമെന്ന്. അപ്പം അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. പിന്നെ ഇതിൽ യൂസ് ചെയ്ത ഗ്ലൂവും കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒട്ടുമിക്ക വീഡിയോസിൽ നിങ്ങൾ കാണുന്നതാണ് ഈ ഒരു ഫെവിക്രിലിൻ്റെ ഗ്ലൂവും അതേപോലെ തന്നെ ഈ ഒരു ഫെവി ബോണ്ടിൻ്റെ ഗ്ലൂവും എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും ഏത് പർപ്പസ് രീതിക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മറ്റത് രണ്ടും സെയിം പ്രൈസാണ് വരുന്നത്. 50 രൂപയാണ് രണ്ടിനും സെയിം പ്രൈസ് വരുന്നത് പശയ്ക്ക്. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ സ്റ്റോൺസ് ഉണ്ടല്ലോ, ഈ സ്റ്റോൺസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ ഫെവിക്രിലിൻ്റെ ക്ലോത്ത് ഒട്ടിക്കുന്ന ഈ ഒരു ഇത് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ താഴെ നമ്മൾ ഫെവി ബോണ്ട് ഒട്ടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു സിൽവർ സാധനം വന്നിട്ട് റിയാക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഷെയ്ഡ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിവത് ഇത് യൂസ് ചെയ്യുക. ഇത് സ്ട്രോങ് ആണ്, നമ്മൾ ഇളക്കിയാലൊന്നും വരത്തില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും. പിന്നെ ഞാൻ ആദ്യമേ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ പശ തീർന്നു പോയി. അപ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഫെവി ബോണ്ടും കാര്യങ്ങളും തീർന്നത് കൊണ്ട് ഞാൻ യൂസ് ചെയ്തത് ഇതാണ്. ഏതാണ്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്തത് ഇതാണ്. ഇനി ഫോട്ടോ പ്രിൻറ്റിൻ്റെ കാര്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ